മോദി പരാമർശത്തിന് പേരിലുള്ള അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന സൂറത്ത് കോടതി വിധി വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം നഷ്ടമായിരുന്നു. എന്നാൽ പിന്നീട് അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി സുപ്രീം കോടതി ഉത്തരവിറങ്ങിയിരുന്നു. 2 വർഷത്തെ തടവ് ശിക്ഷ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. 134 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് ലോക്സഭ അംഗത്വം തിരിച്ചു കിട്ടുന്നത്. ഡിജിറ്റൽ ഒപ്പുള്ള സുപ്രീം കോടതിയുടെ സർട്ടിഫൈഡ് വിധി പകർപ്പ് ഉൾപ്പെടെയുള്ള അപേക്ഷ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി സ്പീക്കറുടെ ജോയിന്റ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം നേരിട്ട് കൈമാറിയിരുന്നു. രാഹുലിന്റെ MP സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു. രാഹുലിന്റെ പാർലമെന്റ് അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ടത് സ്വാഗതാർഹമായ നടപടിയാണ്. ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വയനാടിന് ആശ്വാസം നൽകുന്നു. ഭരണത്തിൽ ഇനി ബാക്കിയുള്ള സമയം പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് പകരം യഥാർത്ഥ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് BJPയും മോദി സർക്കാരും അത് പ്രയോജനപ്പെടുത്തണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. രാഹുലിന്റെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നത് സ്പീക്കർ നീട്ടിയാൽ സുപ്രീം കോടതിയെ സമീപിച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നത് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. കൂടാതെ ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ഉന്നയിച്ച് പ്രതിഷേധം ഉയർത്തുന്നതും കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നു. രാഹുലിന്റെ അംഗത്വം റദ്ദാക്കുന്നതിന് എടുത്ത വേഗം അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണമെന്നായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. സുപ്രീം കോടതിയിൽ നടന്ന രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പരമാവധി ശിക്ഷ നൽകിയത് എന്തിനാണ് എന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്ത്. ഒരു മണ്ഡലം ജനപ്രതിനിധി ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത് ഗൗരവമുള്ള കാര്യമല്ലേ എന്നും കോടതി ചോദിച്ചു. പരമാവധി ശിക്ഷ കൊടുക്കുന്നതിന് വിചാരണ കോടതി സ്വീകരിച്ച യുക്തിയെക്കുറിച്ചും കോടതി പരാമർശിച്ചു. ഒരാളുടെ അവകാശം മാത്രമല്ല, ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ മുഴുവൻ വിഷയമാണ്. ഇക്കാര്യം വിചാരണ കോടതി പരിഗണിച്ചായിരുന്നോ? MP എന്ന നിലയിലുള്ള പരിഗണന നൽകാൻ കഴിയില്ലെന്നാണ് കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.